ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് തമിഴിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവല്ലോ, സാന്റ ക്യാപ്പാണ് റെഡിയാക്കുന്നത്. വളരെ സിമ്പിളാണ്, അത് മാത്രമല്ല പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കണേ. സാന്റ ക്യാപ്പ് ഉണ്ടാക്കാനായിട്ട് 2 കളറാണല്ലോ നമുക്ക് വേണ്ടത്. റെഡും വൈറ്റാണെന്ന് എല്ലാവർക്കും അറിയുന്നതല്ലേ. അപ്പോൾ നമ്മളിതാ റെഡും വൈറ്റും എടുത്തിട്ടുണ്ട്. അത്യാവശ്യം കട്ടിയുള്ള ഒരു ക്ലോത്ത് തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഗ്ലേസിങ് ഉണ്ട് കേട്ടോ ഈ ക്ലോത്തിന്. ഇതിന് പകരമായിട്ട് വെൽവെറ്റിൻ്റെ ക്ലോത്തോ അല്ലെങ്കിൽ സാധാ ക്ലോത്ത് ഉണ്ടാവുമല്ലോ, അതിൽ റെഡും വൈറ്റും എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണ്ടേ. കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് തന്നെ റെഡ് ക്ലോത്താണ് കട്ട് ചെയ്യുന്നത്. റെഡ് ക്ലോത്തിനെ ക്രോസ് ആക്കിയിട്ട് മടക്കുക കേട്ടോ, ട്രയാങ്കിൾ ഷേപ്പിൽ. അങ്ങനെ മടക്കിയതിന് ശേഷം നമുക്ക് ആർക്കാണോ ക്യാപ്പ് ഉണ്ടാക്കുന്നത് അവരുടെ തലയുടെ ചുറ്റളവാണ് കേട്ടോ എടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 15 ഇഞ്ച് നീളവും 15 ഇഞ്ച് വീതിയുള്ള ഒരു ക്ലോത്താണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ക്രോസ് ആക്കി മടക്കിയതിനെ അതിൽ 15 ഇഞ്ച് നീളം അടയാളപ്പെടുത്തുക, അതിനുശേഷം 15 ഇഞ്ച് വീതിയും. അങ്ങനെ ക്രോസ് ആക്കി മടക്കിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇതാ കണ്ടില്ലേ, ഇതേപോലെയാണ് വേണ്ടത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇതിൻ്റെ താഴെ ഭാഗം നമുക്ക് വൈറ്റ് പീസ് യോജിപ്പിക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഈ താഴെ ഭാഗം, ഈ റെഡ് പീസിൻ്റെ താഴെ ഭാഗത്തിൻ്റെ അളവാണ് കേട്ടോ വൈറ്റ് പീസിന് വേണ്ടത്. അപ്പോൾ ഇതാ വൈറ്റ് പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ വൈറ്റ് പീസിനെ ഇതേപോലെ തന്നെ 2ആക്കി മടക്കണം കേട്ടോ. അതിനുശേഷം താഴെ ഭാഗം എത്രയാണോ വേണ്ടത് അതനുസരിച്ച് ഇതാ ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. വൈറ്റ് പീസ് വെച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഈ റെഡ് ക്ലോത്തിനെ നിവർത്തി വെച്ചതിന് ശേഷം ഇതേപോലെ വൈറ്റ് പീസ് നിവർത്തി വെച്ചിട്ട് അതുപോലെ അളവെടുത്തിട്ടും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതിനെക്കാട്ടും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ആദ്യത്തെ മെത്തേഡാണ്. അപ്പോൾ കണ്ടല്ലോ, ലെങ്ത് അടയാളപ്പെടുത്തിയില്ലേ. ഇനി നമുക്കതിൻ്റെ വിഡ്ത്ത് 4 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 4 ഇഞ്ച് വിഡ്ത്തും പിന്നെ ലെങ്ത്ത് വേണ്ടത് റെഡ് പീസിന് എത്രയാണോ ഉള്ളത് അതനുസരിച്ചെടുത്ത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കണ്ടല്ലോ, നമ്മളിതാ റെഡ് പീസും വൈറ്റ് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ റെഡ് പീസിൻ്റെ എഡ്ജിൽ വെക്കാനായിട്ട് വൈറ്റ് പീസിൽ നിന്ന് 2 ചെറിയ പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, സർക്കിൾ പീസാണ് നമുക്ക് വേണ്ടത്. അതിനായിട്ട് ഒരു സർക്കിൾ വരച്ചെടുക്കുക, കട്ട് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. ഇതാ കണ്ടില്ലേ, ഇതേപോലെയാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ചൊരു അളവൊന്നും പറയുന്നില്ല കേട്ടോ. അത് നമുക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് എടുത്താൽ മതിയേ. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം തന്നെ നമ്മൾ ഈ റെഡ് പീസിനൊന്ന് കൂട്ടി യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ വൈറ്റ് പീസ് എടുത്തില്ലായിരുന്നോ, അതും ഒന്ന് കൂട്ടി യോജിപ്പിക്കുക. അതിനുശേഷമാണ് കേട്ടോ നമ്മൾ റെഡ് പീസും വൈറ്റ് പീസും കൂടി കൂട്ടി യോജിപ്പിക്കുന്നത്. അപ്പോൾ റെഡ് പീസും വൈറ്റ് പീസും കൂട്ടി യോജിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നല്ല വശവും വെച്ചിട്ടാട്ടോ കൂട്ടി യോജിപ്പിക്കേണ്ടത്. ഇനി നിങ്ങളുടെ കയ്യിൽ മെഷീൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരം ഗ്ലൂ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ഗ്ലൂ ഗണ്ണാകുമ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ ക്ലോത്ത് ഒട്ടുന്ന ഫാബ്രിക് ഉണ്ടാവുമല്ലോ, ഫാബ്രിക് ഗ്ലൂ എടുത്താലും മതി കേട്ടോ. അപ്പോൾ ക്ലോത്തിൽ ഒട്ടുന്ന ഏത് ഗ്ലൂ ഉള്ളത് അത് വെച്ചിട്ട് ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് ചാർട്ട് പേപ്പറിലും ചെയ്തെടുക്കാം കേട്ടോ. ഇത് സെയിം മെത്തേഡിൽ തന്നെ ചെയ്താൽ മതിയേ. പിന്നെ ക്ലോത്ത് ആകുമ്പോൾ നമുക്കത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് സൂക്ഷിച്ച് വെക്കാമല്ലോ. അപ്പോൾ അത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഇത് കണ്ടല്ലോ, നമ്മൾ റെഡ് പീസും വൈറ്റ് പീസും കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സർക്കിൾ കട്ട് ചെയ്ത് വെച്ചിരുന്നല്ലോ, അതും കൂടി ഒന്ന് കൂട്ടി യോജിപ്പിക്കണം കേട്ടോ. അപ്പോൾ അത് കൂട്ടി യോജിപ്പിക്കുമ്പോൾ ഫുള്ളായിട്ട് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യരുത് കേട്ടോ. കുറച്ച് ഭാഗം വിട്ടിട്ട് ബാക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതേപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിൻ്റെ നല്ല വശം നമുക്കൊന്ന് മറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് കോട്ടണോ അല്ലെങ്കിൽ ഈ നമ്മൾ ചെയ്തതിൻ്റെ ക്ലോത്ത് തന്നെ ബാക്കിയുണ്ടെങ്കിൽ അതോ നിറച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കതൊന്ന് സൂചി നൂല് വെച്ചിട്ട് കൂട്ടി യോജിപ്പിച്ചാൽ മതിയേ. ഈ മെത്തേഡിൽ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ എഡ്ജിൽ വെക്കാനായിട്ട് ഈ ക്ലോത്തിന് തന്നെ നമുക്കെന്താ ഇതേപോലെ വെട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഇതേപോലെ കുഞ്ഞു വെട്ട് കൊടുക്കുക. ഒരു ലെങ്ത്തുള്ള പീസ് എടുക്കുക, അതിനുശേഷം ഇതേപോലെ കുഞ്ഞു വെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് അതിനെ നമുക്കിതാ ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, ഇതേപോലെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ താഴെ ഭാഗം ഒന്ന് എക്സ്ട്രാ വരുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ആദ്യം കാണിച്ചല്ലോ സർക്കിൾ പീസ് കട്ട് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണോ ചെയ്യേണ്ടത് അതേപോലെ ചെയ്യാം. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ക്യാപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ അടിച്ചിൽ ഇതൊന്ന് തുന്നി പിടിപ്പിക്കാം. അത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളാണ്, കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ക്രിസ്മസിന് നമുക്ക് വീട്ടിൽ തന്നെ ക്ലോത്ത് വെച്ചിട്ട് ചെയ്യാം. മിക്ക വീട്ടിലും റെഡും വൈറ്റൊക്കെ പീസ് എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
ഈ വീഡിയോ ഞാൻ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ആരും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഈ ഒരു ക്രിസ്മസ് സമയം ആയതുകൊണ്ട് അതൊന്നും കൂടി ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷമുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. വളരെ സിമ്പിളാണ് ചെയ്യാൻ, എല്ലാവർക്കും തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക കേട്ടോ. ഇതിന് മുമ്പ് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കണ്ടിട്ട് എല്ലാം ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. പിന്നെ നിങ്ങളുടെ ഈ കമൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷമുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്താൽ ഇനി മെഷീനില്ലാത്തവർക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടും ചെയ്യാം, അല്ലെങ്കിൽ സൂചിയും നൂലും വെച്ചിട്ട് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ.